നിർമ്മാണ തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ ചെയർമാൻ ബിസുമോന്റെ നേതൃത്വത്തിൽ നടന്ന ധർണാ സമരം ജെയിംസ് മാമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ ഔദാര്യമല്ല, അവകാശമാണെന്നും അതു നൽകേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നിർമ്മാണ തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ഇടുക്കി ജില്ലാ ചെയർമാൻ ബിസുമോന്റെ നേതൃത്വത്തിൽ നടന്ന ധർണാ സമരം ജെയിംസ് മാമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു. നിയമപരമായി സ്ഥാപിച്ചിട്ടുള്ള ക്ഷേമനിധിയാണെങ്കിൽ ആ തൊഴിലാളികൾക്കൊന്നും പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ തൊഴിലാളികൾ കഷ്ടപ്പെട്ട് കൃത്യമായി അടച്ചു തീർത്തിട്ടുള്ള ആ ക്ഷേമനിധിയുടെ തുകയായ അംശാദായം പോലും തിരിച്ചു കൊടുക്കുവാൻ ഈ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. ദുഃഖസത്യം നമ്മൾ ജനങ്ങളെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ ആ ആനുകൂല്യങ്ങൾ തിരിച്ചു മേടിക്കുവാൻ ശക്തമായ സമരവുമായി വിവിധ ട്രേഡ് യൂണിയനുകൾ മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ലാതെ തന്നെ തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുക. തൊഴിലാളികൾ ഇന്നേവരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവർ നിക്ഷേപിച്ച തുകകൾ പോലും നൽകുവാതെ പെൻഷനുകൾ നൽകാതെ തൊഴിലാളികളെ ഈ ഗവൺമെൻറ്റിൻ്റെ പൂര വിനോദത്തെ എതിർക്കുവാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പെൻഷൻ കുടിശ്ശികയും മറ്റിതര ആനുകൂല്യങ്ങളും ഓണത്തിനു മുൻപ് നൽകണമെന്നും ധർണാ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചവർ ആവശ്യപ്പെട്ടു. PA രാജൻ, സാജു സെബാസ്റ്റ്യൻ, NS ബിജിമോൻ, AS ജയൻ, ടോമി തോമസ്, വർഗീസ് PV, അച്ചമ്മ, അനീഷ് ചേലക്കര, സൂട്ടർ ജോർജ്, ജിജി തുടങ്ങിയ ട്രേഡ് യൂണിയൻ നേതാക്കൾ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. രാജൻ കുമ്പളി സ്വാഗതവും മോഹനൻ പൂവത്തെങ്കിൽ കൃതജ്ഞതയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മോളെ, നിന്റെ കൂട്ടുകാരി വന്നില്ലേ? അവള് ചെന്നൈന്ന് വരണ്ടേ അമ്മേ? മനം നിറയെ ഓണക്കോടി. മഹാറാണി വെഡിംഗ് കളക്ഷൻസ്, തൊടുപുഴ.